തിരുവനന്തപുരം പാറശാലയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് പാറശാല സ്വദേശി സുധീഷ്. തിരുവനന്തപുരം വടക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അതിക്രമം. സംഘർഷത്തിൽ യുവാവിന് പരിക്കരുത് വടക്കോട്ടുകാവ് സ്വദേശി അതുൽദാസിന്. മേഖലയിൽ ഹർത്താൽ ആചരിച്ചു. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ മദ്രസാധ്യാപകന് 10 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷ. അരിയാപ്പടി സ്വദേശി മുഹമ്മദ് അജ്മലിനെയാണ് പ്രത്യേക കോടതി ശിക്ഷിച്ചത്. 2022 കേസിനാസ്പദമായ സംഭവം. പ്രമുഖ IT കമ്പനിയായ ഇൻഫോസിസിന്റെ മൈസൂരു ക്യാമ്പസിൽ പുലിയെ കണ്ടെത്തിയതോടെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. പുലി എത്തിയത് ഹെബ്ബാൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ. കാസർഗോഡ് മദ്യലഹരിയിൽ ഗൂഗിൾ മാപ്പ് നോക്കി ഓടിച്ച ലോറി കടയിലേക്ക് പാഞ്ഞുകയറിയ അപകടം. സംഭവത്തിൽ തലശ്ശേരി സ്വദേശി PV റിലിനെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. അപകട സമയത്ത് സ്ഥലത്ത് ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തൃശൂർ പാഞ്ഞാൾ ആലിൻചൂടിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന വയോധിക പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടി, പാലോട്, പെരിങ്ങമല, ബോണക്കാട്, കല്ലാർ മേഖലകളിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. ഗതാഗതം തടസ്സപ്പെട്ടതോടെ അഗ്നിരക്ഷാസേന എത്തി മരങ്ങൾ മുറിച്ചു മാറ്റി. പാലക്കാട് കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MT സ്മരണയിൽ ചിത്രപ്രദർശനം നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയായ MTയെ അനുസ്മരിച്ചും അദ്ദേഹത്തിന്റെ കൃതികൾ പരിചയപ്പെടുത്തിയുമാണ് ചിത്രപ്രദർശനം നടത്തിയത്. പുതുവർഷ സമ്മാനമായി തൃശൂർ മുരിയാട് AUP സ്കൂളിന് കിഡ്സ് പാർക്ക് തുറന്നു നൽകി. എംപറർ ഇമ്മാനുവൽ സഭ ഹീൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു.